ഐസാനെ കരിമീൻ അടിച്ചിരിക്കുന്നു. കരിമീൻ നല്ല കരിമീൻ കേട്ടോ. അയ്യവാ. എന്നിട്ട് ഈ സ്പ്രിങ് ഇത് വെക്കുക. എന്നിട്ട് ഈ സ്പ്രിങ്ങിനെ കോലാന് പാടം പോലെ പൊളി നൈസ് ക്യാച്ച്. അതെ, വീണ്ടും ഒരു മീൻ അടിച്ചിരിക്കുകയാണ് ഗായ്സ്. നോക്കൂ, വല്ല നടക്കുമോ? കൊത്തുണ്ടോ? എന്താ ഇച്ചി മീൻ അടിച്ചു കൂരാനാട്ടോ ഗായ്സ്. സങ്കടകരമായൊരു കാര്യം, ചൂണ്ട കുടുങ്ങി ഗായ്സ്. ചൂണ്ട കുടുങ്ങി അവിടെ. വാ, പൊളി അയ്യോ പൊളി നോക്കി പോക്കട്ടോ. ഓടാ ഒരു കൂരാട്ടി. എൻ്റെ മേലെ കറക്റ്റ് വന്ന് വിട്ടു പോലെ. ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ സോളോ ടു. അപ്പോൾ ഇനി നമ്മൾ വന്നിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടില്ലേ, അതിൻ്റെ ബാക്കിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് ഫിഷിങ്ങിന്, കാർ ഫിഷിങ്, അതേപോലെ തന്നെ തീറ്റ ഇടാൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾക്ക് പോവാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കാണാം. കാർപ്പിൻ്റെ തീറ്റ റെഡിയാക്കണം. അപ്പോൾ നമ്മൾ എന്തൊക്കെ ഇതിലിട്ട് പെല്ലറ്റും ഉണ്ടാക്കും. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഈ കോഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചോളം കൂടിയുള്ള സാധനം കേട്ടോ. ഇതോടും ഇതേപോലെ നമ്മുടെ സാധനം പൈനാപ്പിൾ എസൻസ് എന്നിട്ട് നമ്മൾ തീറ്റ റെഡിയായി. മൈദ നമ്മൾ ഈ പോളേക്ക് മേടിച്ചോണ്ട് ഇടാം. അപ്പോൾ ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് സ്പോട്ടിലെത്തിയിട്ട് കാണാം. ഓക്കെ, നമ്മൾ സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വണ്ടിമേട് അപ്പോൾ നമുക്കവിടെ പോയിട്ട് കാണാം. ഓക്കെ, നമ്മളെ സ്പോട്ടിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ വന്ന സ്പോട്ട് തന്നെ, പക്ഷെ നമ്മൾ വഴി കുറച്ച് മാറ്റി പിടിച്ചു. മറ്റോടെ നേരത്തെ കണ്ടില്ല, ചേറാണ്. അപ്പോൾ നമ്മൾ വേറെ വഴി കൂടെ പോകുന്നത്. അപ്പോൾ ഗായ്സ് വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാൻ. മീൻ കിട്ടുന്നു ഷുവറാണ്, കാരണം നല്ല വെള്ളമാണ്, അടിപൊളി വെള്ളമാണ്, കാര്യങ്ങളൊക്കെ സുഖമായിട്ട് മീൻ കിട്ടും. അപ്പോൾ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാൽ മതി. അപ്പോൾ ഗായ്സ് നമുക്ക് തുടങ്ങാം ഫിഷിങ്. ഓക്കെ, എല്ലാവരും കാത്തിരുന്ന് കാണുക ഗായ്സ്. അറിയാ, ഓ എന്ത് ശാന്തമായ വെള്ളം ഗായ്സ്. നോക്കൂ, ഇവിടെ ശാന്താണ് നോക്കണ്ട ഗായ്സ്. ഈ വെള്ളത്തിന് ഫുൾ അടിയൊഴുക്കാണ്, നല്ല മീൻ ഉണ്ടാവും. പോയാക്കാം ഗായ്സ്. ഇവിടെ നേരത്തെ ഞാൻ വീണത്, ഇവിടെ വീണത്. അവിടെ നമ്മൾ സ്പോട്ടിലെത്തിയിരിക്കുന്നു ഗായ്സ്. ഇതാണ് ഗൈസ് സ്പോട്ട് ഗൈസ്. ഓ ഗൈസ്, ഇതാണ് ഗൈസ് സ്പോട്ട് ഗൈസ്. ആയിരിക്കും സെറ്റ് ചെയ്യാം പെട്ടെന്ന് തുടങ്ങും. അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും സാധനങ്ങൾ സെറ്റ് ചെയ്യാണ്. സെറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ സ്പ്രിങ്ങെല്ലാം ഇടുന്നു ഗൈസ്. സ്പ്രിങ് ഇടണം, പക്ഷേ സ്പ്രിങ് കുടുങ്ങുമോ എന്നൊരു സംശയം എനിക്കുണ്ട്. ഒന്ന് നോക്കി നോക്കാം എന്തായാലും. ഇതിലുണ്ട് നമ്മളെ സ്പ്രിങ് ഞാൻ കാണിച്ചു തരാം. സ്പ്രിങ് എന്ന് പറയുന്നത് എന്താ സാധനം കാണിച്ചിട്ടുണ്ട്. ഇത് ഗൈസ് കണ്ടോ, അതായത് സ്പ്രിങ് അഥവാ നീരാളിക്കുളത്ത് അല്ലെങ്കിൽ സ്പൈഡർ ഹുക്ക്, പിന്നെ പല പല പേരിൽ ഇത് അറിയപ്പെടും. ഞങ്ങൾ പറയുന്നത് നീരാളിക്കുളത്ത് അല്ലെങ്കിൽ എന്താ സ്പ്രിങ് എന്നാണ് പറയല്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇത് കാണിച്ചു തരാം, സംഭവം എന്താണെന്ന് കാണിച്ചു തരാം. നല്ല ഗൈസ്, ഇതാണ് സാധനം കണ്ടോ. അപ്പോൾ ഈ ഒരു സാധനത്തിൻ്റെ ഫുള്ള് കുളത്താണ് നമ്മൾ കണ്ടോ. അപ്പോൾ ഈ കുളത്തിൽ നമ്മൾ തീറ്റ വെച്ച് കയറിയും എന്നിട്ടാണ് മീൻ പിടിക്കുന്നത് കണ്ടോ. അങ്ങനത്തെ ഒരുപാടെണ്ണം ഇവിടെ പെയ്ക്കും കേട്ടോ. നമുക്ക് നോക്കിയൊക്കെ എന്തായാലും ഇതിൽ നമ്മൾ വന്നില്ലേ. അപ്പോൾ നോക്കാം. ഇത് ഗൈസ് പോൾ റോഡുണ്ട്, പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഏതാ ഇവൻ്റെ റോഡുണ്ട്. അതുപോലെ തന്നെ നമ്മളെ സാധനം ഉണ്ട് ഇതിൽ. റീലോട് കെട്ടിക്കണം, ഇവിടെ കെട്ടിക്കണം വെച്ചിട്ടല്ല ഗൈസ്. നമുക്ക് എന്തായാലും നമ്മളെ സാധനങ്ങൾ സെറ്റ് ചെയ്യാം. ഇതെന്ത് കനാദി കണ്ടല്ലോ. ഓ ഗൈസ്, അനക്കിലെ പൈപ്പ് മാത്രമല്ലേ.
എന്ത് വേറെ അത്ര ഹെൽപ്പല്ല പൈപ്പ് വേറെ അല്ല ചെറിയ പീസ് ഉണ്ടാകുന്നത്. ഓ ഗായ്സ് പൈപ്പ് ഉണ്ട് ഗായ്സ്. ഓൻ്റെ റോഡാണ്, അവനാണ് നമ്മളെ മെയിൻ ഫിഷർമാൻ. അപ്പോൾ നമുക്ക് ഈ റീൽ സെറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ റോഡിൽ നമ്മൾ എന്ത് ചെയ്യുക, റീൽ വെക്കുക, അതേപോലെ തന്നെ ഇതും ലൂസായി കൊടുക്കുക, അതിനുശേഷം നമ്മൾ ടൈറ്റ് ചെയ്യുക. കണ്ടോ ഇത് കഴിച്ച് നമ്മളെൻ്റെ ടെലസ്കോപ്പ് റോഡാട്ടോ, അത് നീർത്താത് കണ്ടോ, നിർത്തി സെറ്റ് ചെയ്യാം. ചിലപ്പോൾ നിങ്ങൾ നോക്കണം ഗൈസ്, എന്നിട്ട് നമുക്ക് സെറ്റ് കഴിഞ്ഞു. അപ്പോൾ ഗൈസ് സെറ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് തീറ്റ നടക്കണേ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ തീറ്റ ഇതാണ്, മൈദ, അതേപോലെ തന്നെ പെല്ലറ്റ്, പുഷ്ടി, ഇത് മൈദ ഉറവട്ടോ, ഇത് പറഞ്ഞാൽ പൊടിയുണ്ടോ മൈദ. ഗൈസ് മൈദ കമ്മിയുണ്ട്, അപ്പോൾ കുറച്ച് മൈദ ചേർക്കാം. നമ്മൾ ബ്രാൻഡ് സാധനമാണ് മൈദ. നമ്മൾ മീനുകൾക്കാണെങ്കിലും നമ്മൾ ചെറുതല കൊടുക്കണം, നമ്മൾ അത്യാവശ്യം നല്ല മൈദ കൊടുക്കണം കേട്ടോ. നമ്മൾ മിക്സ് ചെയ്യാൻ കുറച്ച് വെള്ളം കുറവുണ്ട്, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. കുറവുണ്ട്, വെള്ളം വേണം, മൈദയും വേണം. ശരിക്കും ഞാൻ അവിടെ വെള്ളം എടുക്കട്ടെ. നോക്കിയിട്ട് വെള്ളം അധികം വരിക. സെറ്റായോ? ഓക്കെ. അപ്പോൾ ഗൈസ് ഇത് എങ്ങനെയാണ് തീറ്റ ഇറക്കേണ്ടത് ഞാൻ കാണിച്ചു തരാം. ഇതുണ്ട് ഗൈസ് സ്പൈഡർ ഹുക്ക്. നമ്മൾ ആദ്യം ഇത് കയ്യുമ്പോൾ കയറണം, നല്ലോണം നോക്കുക എപ്പോഴും. ഈ സാധനം നമുക്ക് നമ്മളെ പെരിന്തൽമണ്ണ ജൂബിലി റോഡിൽ നമ്മളെ ഡ്രീം ആംഗ്ലേഴ്സ് ആണ് നമ്മളെ കൂട്ടുകാരൻ്റെ കടയുണ്ട്, നമ്മളെ താരിഖിൻ്റെ കടയാണ്, താരിഖിൻ്റെ മുതലാളീൻ്റെ കടയാണ്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്പ്രിങ് കിട്ടും. ഇത് എത്ര വില? 100 റുപ്യ ഉള്ളു ഗൈസ് ഇതിന്. അപ്പോൾ എല്ലാവരും പോയിട്ട് വാങ്ങുക. അപ്പോൾ ഗൈസ് നമ്മൾ ആദ്യം തീറ്റ കണ്ടോ, ഇങ്ങനെ തീറ്റ എടുക്കുക, എന്നിട്ട് ഈ സ്പ്രിങ് ഇത് വെക്കുക, എന്നിട്ട് ഈ സ്പ്രിങ്ങിനെ പൊത്തുന്ന രീതിയിൽ എന്ത് ചെയ്യുക, മൊത്തം ഇങ്ങനെ അമർത്തുക. എന്താ ഗൈസ് താരിക്ക് വെച്ചിരിക്കണു കണ്ടില്ലേ, ഇതേമാതിരി നമ്മൾ ഫുള്ള് പൊത്തണം, നല്ലോണം അതിൽ ഫീഡ് കയറണം, കാരണം അല്ലെങ്കിൽ വിട്ട് പോട്ടോ തീറ്റ. ആണോ അങ്ങനെ തീറ്റ കയറ്റുക. ഗൈസ് ഈ തീറ്റ നടക്കാൻ സമയത്ത് കയ്യുമ്പോൾ കുളത്തുമൊക്കെ നോക്കുക കേട്ടോ. കയ്യുമ്പോൾ കുളത്തി നല്ല സുഖകരം, നല്ല വരുത്തുണ്ടാവും. അങ്ങനെ കറക്റ്റ് സെറ്റ് ചെയ്യുക. അങ്ങനെ ഒരു ബോളായി വരും. ബോളാണ് വരെ നമ്മൾ അമർത്തി കൊടുക്കുക കേട്ടോ. ഗൈസ് കൈമ കയറണ്ടോ കേട്ടോ, കാർബൺ കുളത്ത കൊണ്ട് വേഗം കയറും ഗൈസ് കേട്ടോ. നമ്മളിനി ഇതുമ്മ കുളത്ത് നേരെ ഇടുക. അതിൻ്റെ സ്പ്രിങ് ചെറുതാണ്, അത് ഞാനോട് പറഞ്ഞു തീറ്റ കണ്ടമാനം പോകും. സബ്ക്കിണ്ടായില്ല എൻ്റെ അടുത്തല്ലല്ലോ, കണ്ടല്ലേ ഇന്ത്യയിലെ അണ്ടിയൊക്കെ വെച്ചിക്കണേ, അണ്ടിയൊക്കെ ഇന്നലെ വെച്ചില്ലേ പൈസ കണ്ടു. താരിക്കിൻ്റെ സെറ്റ് ചെയ്തു, കുറച്ച് ബാക്ക് കൂടി കണ്ടോ. അങ്ങനെയാണ് കായ് സെറ്റ് ചെയ്യുക. ഇനി വരണം പോപ്പുണ്ട് കായ്, ചെറിയ പോപ്പ്. എൻ്റെ പോപ്പ് ഒന്നുമില്ല. ഇനി കുളത്ത് വെക്കണ്ട, ഞാൻ കാണിച്ചു തരാം. കുളത്ത് നമ്മൾ ഓരോ കുളത്തുകൾ എന്ത് ചെയ്യുക, പൈപ്പ് ഇറക്കും. ഓരോ കുളത്തുകൾ നമ്മൾ ഇതിലെത്ര കുളത്താണ് മൊത്തം 10 കുളത്തുണ്ട് ഗൈസ് ഒരു സൈഡിൽ. അപ്പോൾ ഓരോ കുളത്തുകൾ നമ്മൾ സെറ്റ് ചെയ്യുക. കട്ടില അതേപോലെ രോഗമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സുഖമായിട്ട് അടിക്കും ഇതിൽ. ഇത് ഗൈസ് സെറ്റ് ചെയ്തൊരു റിസ്ക്കില്ല പണിയാണ്, കാരണം ഈര കൈമൊക്കെ കയറി നോക്കണം, കുളത്ത് കൈമൊക്കെ കയറി നോക്കണം. ഈ ഈര പറഞ്ഞാൽ ബ്ലേഡ് പോലെയാണ് ഗൈസ്, തട്ടി കഴിഞ്ഞാൽ പൊളി. അപ്പോൾ നല്ലോണം നോക്കിയിട്ട് ചെയ്യുക. ഗൈസ് നമ്മൾ ഓരോ കുളത്ത് ഇതുമ്പോൾ കയറ്റുക. ഫസ്റ്റ് ഒരു കുളത്തെടുക്കുക, ഒരു കുളത്തെടുത്തിട്ട് ഇവിടെ കുത്തുക, ഉണ്ടോ ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ അമർത്തി വെക്കുക. അതുപോലെ തന്നെ എല്ലാ കുളത്തോളും കയറ്റുക,
ഇറക്കി വെക്കുക. ഈ കുളത്തിൽ കയറ്റുക. ഇറക്കി വെക്കുക. ഈ കുളത്തിൽ അതുപോലെ കയറ്റുക. അത് മീൻ വേഗം തൊട്ടാൽ ഹുക്കാൻ വേണ്ടിയിട്ടാണ്. അത് പുറത്തേക്ക് കളി വേണം. പുറത്തേക്ക് കളിച്ച് വേണം. അതിന് ശേഷം ഇത് എടുക്കുക, സെറ്റ് ചെയ്യുക, ഉള്ളിൽ കയറ്റുക, വെക്കുക. ഇത് എടുക്കുക, സെറ്റ് ചെയ്യുക, ഉള്ളിൽ കയറ്റുക, വെക്കുക. പിന്നെ കഴിച്ച് ഇത് അത്യാവശ്യം ടൈറ്റാണ്. കാരണം വെച്ചാൽ വെള്ളത്തിൽ പോയിട്ട് ഈ തീറ്റ അടരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് കുടുങ്ങി വിടും. അപ്പോൾ കുടുങ്ങി കഴിഞ്ഞാൽ ശരി പോകും. കുടുങ്ങിയത് പോകുന്ന അർത്ഥം. കാരണം അത്രയും കുടുങ്ങി കഴിഞ്ഞാൽ എല്ലാ പുറത്ത് കൊടുക്കും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് തീറ്റ വെള്ളം നോക്കിയിട്ട് വെക്കുക. ആണോ ഞാൻ അത്യാവശ്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് കഴിച്ച് കിടക്കാൻ കിടക്കണം. കിടക്കാൻ നമ്മുടെ മീൻ അടിച്ചാൽ അറിയുന്ന സാധനമാണ്. അപ്പോൾ കാണിച്ചു തരാം. നമ്മൾ തീറ്റ സെറ്റ് ചെയ്തിട്ട് വേണം. ആകെ കഴിഞ്ഞു. കാശ് കിട്ടണമെങ്കിൽ കാശ് വേണം. അടിപൊളി പ്രതീക്ഷ കേട്ടോ ഗൈസ്. ഇതൊക്കെ നമ്മൾ ഉണ്ട് സെറ്റായി ടൈറ്റ് ചെയ്യുക. നിൽക്കുക. അപ്പോൾ ഗൈസ് താരിക്ക് എന്തായാലും എറിയാണ്. എറി. അപ്പോൾ ഗൈസ് അവിടെ വീണു. ഇനി നമ്മൾ ഒരിക്കലും ഈരെ ലൂസായി കൊടുക്കരുത്. കാരണം കോയി കുടുങ്ങും. സ്പൈഡർ റോക്കാണ്. വേഗം നമ്മൾ എവിടെ പൈപ്പ് കയ്യിൽ സെറ്റ് ചെയ്യുക. താരിക്ക് നിൽക്കുക. ആ പൈപ്പ് തന്നെ നിൽക്കേ. ആ പൈപ്പ് കൊണ്ട് തന്നെ അപ്പുറത്തൊരു ഓട്ടത്ത് ഉണ്ടോ. അപ്പോൾ ഗൈസ് നമ്മളെ ഉണ്ട് റെഡിയായി. അപ്പോൾ ഞാൻ നമുക്ക് വരെ കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മളെ സാധനം റെഡി ആയിട്ടുണ്ട്. ഇതാണോ. അപ്പോൾ നമുക്ക് ഇത് നമുക്ക് എറിഞ്ഞ് നോക്കാം എന്തായാലും. അപ്പോൾ ഗൈസ് നമ്മൾ എറിഞ്ഞിട്ട് പോകണം. അപ്പോൾ നമുക്ക് ഇനി ഇത് സെറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ. അതൊക്കെ ഓട്ടോ ഇടാം. അതൊക്കെ അതൊക്കെ എന്തെങ്കിലും ഇരിക്കണ്ടല്ലോ. അത് കൊടുക്കട്ടേന്. നമ്മളെന്തായാലും നമ്മളെ കഴിച്ചുകൊണ്ട് പരിപാടി തുടങ്ങുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ കുളത്തിട്ടോ ന്യൂസീനെ കരിമീൻ കുളത്താണ്. അതേമാതിരി കഴിയുമ്പോൾ പൊന്തുണ്ട് കണ്ടോ. ഫ്ലോട്ട് ഉണ്ട്. തീറ്റാർക്ക് വയ്ക്കാണ്. നമുക്ക് ഇടാം. നമ്മൾ സ്പ്രിങ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് കണ്ടോ. പൈമ മീനടിക്കുമ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് തുടങ്ങാം. അടിക്കുക. ഐശ്വര്യമായിട്ട് ഒരു പീസ് അടിക്കുക. ഈ റൈഡ് ചന്നു തോന്നിയില്ലല്ലോ. ഫോൺ കൊടുക്കണം. സുഖമായിട്ട് ഫീൽ കൊടുക്കാൻ പറ്റും. ഗൈസ് നമ്മളെ തീറ്റ കട്ടി വേണം. കട്ടി കമ്മിയാ. നമുക്ക് എന്തായാലും ഇട്ടൊക്കെ ഗൈസ്. നമ്മൾ ഇവിടെ ഇടുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ തീറ്റ കുറക്കണ നിങ്ങൾ കണ്ടില്ലേ. തീറ്റ കുറക്കണേ കാണിച്ചു തരാം. കുളത്തെടുക്കുക. അതിന് ശേഷം തീറ്റ ഇവിടെ ചെറിയ പൊട്ടെടുക്കുക. എന്നിട്ട് ഇങ്ങനെ വെക്കുക. ഇത് അമർത്തി പൊടിപ്പിക്കുക. അതിന് ശേഷം നമ്മൾ ചൂണ്ട നീട്ടി അങ്ങോട്ട് ഇടുക. കാണിച്ചു തരാം ആയിക്കോട്ടോ. അത്യാവശ്യം ലോങ് ഇടണം. അപ്പോൾ ഗൈസ് കൊത്തുണ്ട്. ചെറിയ കൊത്തുണ്ട്. നമ്മൾ പൊന്ത് വലിച്ച് കൊണ്ടുപോകുമ്പോൾ മാത്രം വലിച്ചാൽ മതി. ഗൈസ് തീറ്റ പോവാണ്. കാരണം തീറ്റ കുറച്ച് ലൂസ് ഉണ്ട്. അത് ലൂസാകൊണ്ടാണ്. അത് തീറ്റ അടിക്കുക. അറിയാം ടൈറ്റിലേക്ക് ഗൈസ്. ടൈറ്റിൽ തീറ്റിട്ടി. നമ്മൾ ഗൈസ് ഫോൺ ഹോൾഡ് ചെയ്യണതേ ഇവിടെ നെഞ്ചത്ത് വെച്ച് കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നുകൂടി തീറ്റ ഇടാം. ഫസ്റ്റ് മീൻ ആരെ പിടിക്കും നമുക്ക് നോക്കാം. ഗൈസ് ഒന്നുകൂടി ഇടുക. എന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. ഗൈസ് കൊത്തുന്നുണ്ടോ. മീൻ കൊത്തുന്നുണ്ട്.
കൊത്തിയിട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഹുക്കപ്പ് ചെയ്യുക. അപ്പോൾ ഗായ്സ് നമുക്ക് എന്തായാലും അത് തരങ്ങി മേടിച്ചോ. ഓ ഗായ്സ് ഇന്നത്തെ ഫസ്റ്റ് മീൻ കോലാണ് പാടം മോനെ, പൊളി നൈസ് ക്യാച്ച്. അത് നേരെ പിടിച്ച് കാണിച്ചു കൊടുത്താൽ ഗായ്സ്. കോലാൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ ഏതൊരു വീഡിയോയിൽ അന്ന് എടുത്തു പോകണം വീഡിയോ നമ്മൾ അന്ന് ഏതൊരു വീഡിയോയിൽ കോലാനെ കിട്ടിയിരുന്നു ഗായ്സ്. കോലം കണ്ടോ, കാണിച്ചു കൊടുത്താൽ അതിൻ്റെ അഴക് കാണിച്ചു കൊടുത്താൽ സാധനം ഗായ്സ്. ഇവിടെ കിട്ടുന്ന ഏറ്റവും ചൊറുക്കിലൊരു മീനാട്ടോ ഈ സാധനം. നോക്കി നേരെ പിടി പിടി കണ്ടോ ഗായ്സ്, തിരിച്ചു കണ്ടോ ഈ പോണൊക്കെ കണ്ടോ അവിടെ കളറൊക്കെ പിടിച്ചാ ഓടും. കേട്ടാ ഈ കാണിക്കാം അങ്ങനെ കാണിക്കാം കവറൊക്കെ ഇട്ടിട്ടുണ്ടോ ഗായ്സ്. സാധനം കണ്ടോ, അപ്പോൾ അതിനെ പിടിച്ചോ മാറ്റം ഇതൊരു ഗായ്സ്. ഇത് കറി കേട്ടോ കണ്ടോ, ഇത് സോണ്ടിക്കണുണ്ടോ. അപ്പോൾ ഇതാണ് കോലാന്, ബാക്കി നമുക്ക് പിടിക്കാം. ഓക്കെ തുരുമ്പാണ് അതിന്. വീണ്ടും ഒരു മീൻ അടിച്ചിരിക്കുകയാണ് ഗായ്സ്. നോക്കൂ, നല്ല പരലിട്ടോ, നല്ല അടിപൊളി ദമ്മ് പരല് വെച്ചിട്ടുണ്ടോ. ഓക്കെ ഇത് കാണില്ല, ഇത് പിടിച്ചോ നേരെ പിടിച്ച് കൈ പിടിച്ചോ. ആ അപ്പോൾ കാണില്ല, നേരെ പിടി, നേരെ കൈ പിടിച്ച് അമർത്ത് പിടി കാണേണ്ട വീഡിയോയിൽ ഗായ്സ് കണ്ടോ. സെറ്റ്. അപ്പോൾ ഒന്നിനും പിടിക്കും ഇരിക്കുക, വല്ല നടക്കുമോ, കൊത്തുണ്ടോ അവിടെ ഓ അതെന്താ കരിമീനോ ഗായ്സ്. ഇതാണ് ഗായ്സ് അണ്ടിപ്പരിക്ക്, നമ്മളെ വട്ടപ്പൊരിക്ക് എന്നൊക്കെ പറഞ്ഞ സാധനമുണ്ട്. ഇത് കരിമീൻ്റെ അതേപോലെ ഒരു സാധനമാണ്, പക്ഷേ ഇത് മുള്ള് നിറച്ച് മുള്ളതാണ്ടോ, ഇതൊക്കെ മുള്ള്. ഇത് കജ്ജുമ്മ കുത്തിയാണല്ലോ, സ്വർഗം കാണും. അപ്പോൾ ഗായ്സ് നമ്മളെ മീൻ പിടിച്ചാൽ അങ്ങനെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്, തകൃതിയായിട്ട്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എന്തായാലും കാരണം ഇനി കിട്ടുമോ ഒന്നുകൂടി. അപ്പോൾ ഇച്ചി മീൻ അടിച്ചു കൂരാനാട്ടോ, കഴിച്ചുകൊണ്ട് വന്ന് കിട്ടിയത് ആ സൈഡ്. ഇത് കണ്ടോ അടിപൊളി സാധനം ഗായ്സ്. സങ്കടകരമായൊരു കാര്യം, ചൂണ്ട കുടുങ്ങി ഗായ്സ്, അവിടെ കുടുങ്ങി. ഞാനോട് ഇവരോട് വരുമ്പോൾ അതിനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുങ്ങുന്നു. അത് ചൂണ്ട കുടുങ്ങി, നമുക്ക് പൊട്ടിച്ചെടുക്കണം. അയ്യോ നേരത്തെ കിട്ടി ഒന്നുകൂടി. വാ പൊളി അടിച്ചോ. രാവിലെ ഇപ്പം എൻ്റെ ചെരുപ്പ് പോയി ഇവിടെ പൊട്ടി പൂരാണല്ലോ. അയ്യോ പൊളി. നിങ്ങളേതാ സ്പ്രേ അടിച്ചിരിക്കുന്നു? സ്പ്രേ ഏതാ അടിച്ചിരിക്കുന്നു? എന്താ ഞാൻ കുറെ അന്വേഷിച്ചത് സ്പ്രേ. കുട്ടിച്ചിക്കല്ലേ താരിക്കിന് ഒരു കോലാണ് കിട്ടി. എന്താ ചത്തിലത് ഇപ്പോഴും, എന്താ കാട്ട് ഗൈസ്. കോലാണ് നല്ല കോലാണ് കേട്ടോ. അത് നമുക്ക് ഇനി നോക്കി നോക്കാം. നമ്മളെ ഇതിവിടെ കാശ് കിട്ടും. നമ്മൾ മച്ചാണ് മീൻ അടിച്ചു പോണു ഉണ്ടോ ഇല്ല. ഗൈസ് മീൻ അടിച്ചു പോണു, നോക്കാം നമുക്ക്. പൂരാനെ വന്നു ആയിരിക്കേ തീർച്ചയായും വിളിച്ചു. അയ്യോ നൈസ് ആണ്, നോക്കി പോക്കട്ടോ. ഓടാ പൂരാനേ. സൈസ് ഉണ്ടല്ലേ, അതിന് വേറെ ഉണ്ടോ? അതിനെന്തൊക്കെയാ അടിച്ചു അവിടെ നോക്കി.
ഗൈസ് ഇതാ ഒരു കൂരാട്ടി അല്ല ഗൈസ് ഒന്നിനും കിട്ടിട്ടോ ഗൈസ് ഒരു മീൻ അടിച്ചു കൊണ്ടോ ആ കൂരാനാണ് കൂരാൻ കൂരാൻ ഐസാനെ കരിമീൻ അടിച്ചിരിക്കുന്നു കരിമീൻ നല്ല കരിമീൻ കേട്ടോ അയ്യവാ സാറ് നാളെ കണ്ടോ സാർ എന്നാ കൊണ്ടേക്കോ സെറ്റിയേ പോയോ ഇന്ന് കിട്ടിയ മീനുകൾ കാണിച്ചരാം കിട്ടിയ മീനുകൾ 3 കൂരാന് അതേമാതിരി കരിമീൻ പള്ളത്തി കോലാന് വേറെ മീൻ കിട്ടിയതിലുണ്ട് ഞങ്ങളത് എൻ്റെ കോളം മറന്നു ചിക്കണേ ഞങ്ങളത് നാറിയിട്ടേ കഴിച്ചു വേറെ മീനുകൾ സൂപ്പർ കിട്ടിയാട്ടോ ഓ എൻ്റെ മേലെ ഓ കറക്റ്റ് വന്ന് വിട്ടു ഇത് മെഗാ വ്ളോഗാട്ടോ എത്ര മിനിറ്റ് 6 മണിക്ക് തുടങ്ങിയ വീഡിയോ എടുക്കല വായിച്ചിട്ടൊക്കെയല്ലോ ഏത് ഷിഫ്റ്റോ അപ്പോൾ ഗായ്സ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല വീഡിയോ അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരും അപ്പോൾ എല്ലാവരും കാത്തിരിക്കാം കേട്ടോ ബായ് ഗായ്സ് നമ്മൾ പോയി പിടിച്ച കരിമീൻ കേട്ടോ അതിനെ ഞാൻ കൊടുത്തിട്ട് വെള്ളത്തിൽ കിട്ടും അപ്പോൾ സാധനം ഇവിടെ അടിപൊളിയായി നിൽക്കുന്നുണ്ട് കേട്ടോ കിട്ടിയ മീനുകൾ കേട്ടോ അത്യാവശ്യം കിട്ടിയ മീൻ കുറച്ചുണ്ട് സാധനല്ലേ പൊളി